ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കണ്ടില്ല, ഞങ്ങൾ അടിപൊളി ചെമ്പല്ലിൻ്റെ മീനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നന്നാക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ കാണുമ്പോൾ ഞങ്ങളെ വീഡിയോ എടുക്കാതൊക്കെ നമുക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടൻ്റ് ആണോ കണ്ടൻ്റ് അല്ലേ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. കാരണം മീൻ നന്നാക്കലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയിക്കാറ്. ഏതായാലും നമുക്കിത് വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് കൊണ്ടുവന്ന് കാണിച്ചിക്കണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്വിച്ച് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുപോയിക്കോളി. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒഴിവുണ്ടാകുമ്പോൾ കണ്ടാൽ മതി. സ്വിച്ച് ഓണാക്കി ഞങ്ങൾ ഫുള്ളായിട്ട് കാണാം. അത്രയൊക്കെ തന്നെ നമുക്ക് പറയാല്ലേ. കണ്ടില്ല, നമ്മൾ ഇതേപോലത്തെ മീൻ കൊണ്ടുവന്ന് വെച്ചിക്കണ്. അപ്പോൾ കത്തി നല്ലോണം മൂർച്ചം കൂട്ടുന്ന നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ മൂർച്ചം കൂട്ടിയാണ്ട് പുതിയ സബ്സ്ക്രൈബർമാർക്കൊക്കെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബർമാർ കുറേ കയറിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകിച്ചൊരു നന്ദിയൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഈ കത്തി മീനൊക്കെ പിടിച്ചിക്കാണ്ടാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഉള്ളൊരിത് തോന്നട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ കത്തിയൊക്കെ പിടിച്ച് നിൽക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ലൈക്ക് ബട്ടൺ വന്നുകാണ്ട് പാളി നോക്കി നിൽക്കണേ. അപ്പോൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാണ് അപ്പോൾ ഒരു ലൈക്ക് ക്ലിം പറഞ്ഞിട്ട് ചാടും ചേച്ചും. അപ്പോൾ നമുക്കൊരു ലൈക്ക് ആവും ചേച്ചും. ഇങ്ങൾക്കൊരു റാത്തുണ്ടാവും. നാളെ നമ്മളൊരു വീഡിയോ കണ്ട ആ വീഡിയോക്ക് ലൈക്ക് ഇടുമ്പോൾ നമുക്കൊരു റാത്ത്, ഇങ്ങൾക്കൊരു റാത്ത്, എല്ലാവർക്കും ഒരു റാത്ത്. അല്ലാതെ പെത്താ പൈമെന്നൊക്കെ കൊയിഞ്ഞാടി പോകാൻ ഇങ്ങക്കത്തെ കൊയിഞ്ഞാടി പോകണ്ട. ലൈക്ക് ഇടുമ്പോൾ ഇച്ചതൊന്നും അറിയില്ല. ഏതായാലും നമ്മൾ ഈ മീൻ നന്നാക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കിയാണ് ഈ മീൻ നന്നാക്കൽ ഇതേപോലെ കേട്ടോ. മീൻ നന്നാക്കൽ അല്ലാതെ നാളെ ഇതിൻ്റെ മുള്ളൊക്കെ പാടെ തിന്നരുതിയാണ്ട് ഇത് നന്നാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. മുള്ളാണ് ചങ്ക് കുത്തരേകാരം. നമ്മൾ മുള്ള് നല്ലോണം ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ മുള്ള് കളയണം. അപ്പോഴാണ് ചെമ്പല്ലി മീൻ നന്നായി കിട്ടുള്ളൂ. നമുക്ക് കറക്റ്റ് ലെവലിൽ അതിൻ്റെ തൊലിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങളോട് നമുക്കൊരു കാര്യം പറയാമല്ലോ. എത്താ വെച്ചാൽ നിങ്ങളോട് നമുക്ക് പത്താ പറയാമല്ലേ, എത്തും പറയാമല്ലേ. നമുക്ക് പറയാമല്ലോ എത്താ വെച്ചാൽ നമുക്ക് കിട്ടണില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് കേട്ടോ. നമുക്ക് പറയാമല്ലോ വെച്ചാൽ നിങ്ങളോട് നമുക്കെത്തോ പറയാണ്ടല്ലോ. പറയാമല്ലോ എത്താ വെച്ചാൽ ഇതിന് തൊലി കട്ടില്ല മീൻ നോക്കി വാങ്ങട്ടെ. നമ്മളപ്പോഴും നമ്മൾ ഓളൊരു തൊലിക്കട്ടി എത്രയെന്ന് പറയില്ലേ. നമ്മൾ ഒന്നും പറഞ്ഞാൽ ഏൽക്കൂല എന്നൊക്കെ പറയില്ലേ. അതേപോലെ ഞങ്ങളെ ഈ മീനിന് നമ്മൾ എത്ര മരുന്ന് ഇട്ട് പോന്നാലും ഈ ചെമ്പല്ലി മീനുമക്കട ഏൽക്കൂല. അത്രക്ക് തൊലിക്കട്ടിയല്ലേ ഇതിനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങുമ്പോൾ നല്ല ചെമ്പല്ലിയൊക്കെ വാങ്ങി നോക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിക്കട്ടിയോട് ഇതിൻ്റെ മേത്തേക്ക് മരുന്ന് പിടിച്ചൂല ഞങ്ങളെ. അപ്പോൾ നല്ലൊരു മീനാണ് ചെമ്പല്ലിന്ന് ഉള്ള പരസ്യമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോണത്. ഇതിൻ്റെ തൊലി എങ്ങനെ കീച്ചണത് നല്ലോണം നോക്കി മനസ്സിലാക്കിയോളി. ഇതേപോലെയാണ് ഇതിൻ്റെ തൊലി കീച്ചൽ. അല്ലാതെ ചില ആൾക്കാർ ഞങ്ങളെ ഈ ചെമ്പല്ലിൻ്റെ തൊലിയുടെ കീച്ചുമ്പോൾ കാണാം മുള്ള് മാത്രം കജ്ജിൽ ഇറച്ചിയൊക്കെ പാടാ തൊലിമക്കൂടൻ പോയിണ്ടാവും. പിന്നെ എത്തിനാണ് ഞാൻ നന്നാക്കാൻ നിൽക്കണത്. അതിലാറ് നല്ല നന്നാക്കാതെ ചട്ടി കിട്ടുകാണ്ട് അതിൻ്റെ തൊലി പിന്നീട് വെന്ത് കഴിഞ്ഞിട്ടാണ് ഊരിയെടുക്കണം. അല്ല നല്ല അല്ലെങ്കിൽ ഇതേപോലെ നന്നായിക്കോളി. ശരിക്ക് വീഡിയോ കണ്ടിട്ട് ഇതേപോലെ നന്നായിക്കളി. നമ്മൾ മീൻ നന്നാക്കൽ പഠിച്ചതിന് പിന്നിലൊരു ചരിത്രം ഉണ്ട്. ഞങ്ങളെ ചരിത്രം അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും കേട്ടോ, 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിൽ ആ പ്രായത്തുമ്പോൾ നമ്മളെ ഉമ്മാക്ക് മീനൊന്നും ഇഷ്ടമല്ലേനി കേട്ടോ. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഉമ്മാക്ക് മീൻ നന്നാക്കണോ ഇഷ്ടമല്ല, മീൻ തിന്നണോ ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. എന്നാൽ ഞാൻ അതിനൊക്കെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ മീനില്ലാതെ ചോറിറങ്ങൂല. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മളങ്ങനെ നമുക്കാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെത്താ കാട്ടുക, നമ്മൾ ഓല് നന്നാക്കിയിട്ട് നമ്മൾ തിന്നൂല എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ അനിയത്തിയുണ്ട്. ഞങ്ങൾ രണ്ടാളും വാങ്ങും, ഞങ്ങൾ രണ്ടാളും ഉണ്ടാക്കും, ഞങ്ങൾ രണ്ടാളും തിന്നും. അത്രയ്ക്ക് തന്നെ നമ്മളന്ന് കാട്ടിൽ അന്നങ്ങോട്ട് പള്ളറച്ച് തിന്നലേനി. കാരണം പെരിയിൽ ആർക്കും മീൻ പറ്റൂല, ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ മീൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നന്നാക്കും, ഞങ്ങൾ രണ്ടാളും തിന്നും. അതുകൊണ്ട് നമ്മൾ വലുതായപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മീൻ നന്നാക്കാനൊരു പ്രയാസമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ മീൻ നന്നാക്കിയെടുക്കും. ഇനിയിപ്പോൾ ഇതിന് കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞ് വരികയാവോ, ഇതപ്പോൾ ഒരു മീൻ നന്നാക്കൽ ഇതിലേറെ ചൊർക്കലും ബൗസിലൊക്കെ നമ്മൾ നന്നാക്കുമല്ലോ എന്ന് വിചാരിച്ചേണ്ട ആരും. നമുക്കിപ്പോൾ തന്നെ വലിയ അത്ഭുതമാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് വാക്കുകളില്ല. കണ്ടില്ല, ഇങ്ങനെയൊക്കെ നന്നാക്കിയിട്ട് നമുക്ക് ഇനി കൊടുക്കുക വാക്കുകൾ. അപ്പം ഇനി നമ്മൾ ഇതിലൊരു വേറൊരു മീനും കൂടി നന്നാക്കണ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് വലിയ തളമീനാണ്. അപ്പോൾ നിങ്ങൾ എപ്പം മീൻ നന്നാക്കുകയാണെങ്കിലും ഒരു കത്രിക കൊണ്ടുവന്നിട്ട് നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇവിടുത്തെ കാട്ടുന്ന ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒത്തും ഒഴിവാക്കാൻ കരുതിയിട്ടില്ല കേട്ടോ. അത് തന്നെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. തലൻ്റെ ഭാഗത്തുള്ള ആ ചുണ്ട് ഭാഗമാണ് നമ്മൾ ഒഴിവാക്കി എടുക്കുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് തലയൊക്കെ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഏതായാലും തലച്ചോറ്
മര്യാദയ്ക്ക് തലച്ചോറ്റിലൊന്നുമില്ല എന്ന് പറയില്ലേ, ചില ആൾക്കാർക്കൊന്നും തലച്ചോറ്റിലൊന്നുമില്ല. അപ്പോൾ മീനിൻ്റെ തലച്ചോറൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് നല്ലോണം തിന്നണം കേട്ടോ. അതിലൊക്കെയാണ് നല്ല വിറ്റാമിൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെരയിലെ പെണ്ണുങ്ങളൊക്കെ പള്ളർച്ച് തിന്നോളി, അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ കട്ട് ചെയ്യുക. ആദ്യം ഒന്ന് വരഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ മീൻ നന്നാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും എനിക്ക് ഉറക്കം വരും, എത്തൊക്കെ ഉണ്ട് ഏതെങ്കിലും രാത്രിയാണ് വോയിസ് കൊടുക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ മാറ്റി വെച്ചോളി. അപ്പോൾ നിങ്ങൾ പീസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയണോ, നമുക്കാവുന്ന അറിയില്ല. കണ്ടില്ലേ, ഇനി നമ്മളെത്താ കാട്ടെന്ന് ചോദിച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളത്തിലിട്ട് മീൻ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുരക്ഷിതമായിട്ട് വെള്ളത്തിൽ കടന്നോളൂ കേട്ടോ. സാധാരണ വെള്ളത്തിൽ തന്നെയല്ലേ മീൻ കിടക്കൽ, അതേപോലെ ചെയ്താൽ നമുക്ക് മീൻ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. എത്ര ദിവസമായാലും മീൻ കേടരില്ല, മീനിക്ക് ടേസ്റ്റ് ഒന്നും വ്യത്യാസപ്പെടില്ല. കാരണത്ത് അങ്ങനെ പറഞ്ഞു വെച്ചാൽ മുകളിൽ ഐസും കട്ടൻ്റെ ഉള്ളിലാണല്ലോ അത് കിടക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു കവറിങ് മുകളിൽ വരുമ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത തളമീനാണ് കേട്ടോ നമ്മൾ നന്നാക്കി എടുക്കാൻ പോകണം. അപ്പോൾ തളമീൻ നന്നാക്കുന്ന വീഡിയോയിലേക്ക് രണ്ടാമത് സ്വാഗതം ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ തളമീൻ എങ്ങനെ നന്നാക്കൽ നോക്കിക്കോളി. ഇതേപോലത്തെ ഒരു കത്രിക നമ്മളെടുത്ത് എപ്പോഴും വേണം കേട്ടോ. ഇത് നമുക്ക് അടുക്കളയിൽ എന്തൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്യണയാളെ. അപ്പോൾ ഇങ്ങനത്തെ കത്രിക അല്ലാത്തോലും ഇത് വാങ്ങിക്കോളി. ഇതെന്നോ വാങ്ങിക്കണേ, നമ്മുടെ അടുത്തൊക്കെ എന്നോ കാലം മുമ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് വാങ്ങി നോക്കിയാണ് മീൻ നന്നാക്കാം. കത്തിൻ്റെയിലേറെ സൂപ്പർ കത്രികയെന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചിരണ്ടി കളഞ്ഞോളി കേട്ടോ. അപ്പോൾ കളയാൻ താല്പര്യമില്ലോലി കളഞ്ഞോളി, അല്ലാത്തോലെ അതിമ തന്നെ നിർത്തിക്കളി, അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യണത് നിങ്ങൾ നോക്കിക്കോളി. അപ്പോൾ നിങ്ങളോട് നമുക്ക് ഇനി പത്താ പറയാമല്ലോ ചോദിച്ചാൽ ഇനിയിപ്പോൾ രണ്ടാമത് പത്താ പറയാനുള്ളത് എത്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതേ തലഭാഗം കട്ട് ചെയ്യുക. ഇത് എൻ്റെ കയ്യിൻ്റെ നീട്ടത്തിൽ, എൻ്റെ കയ്യിൻ്റെയിലേറെ നീളം ഇട്ടത്. അപ്പോൾ നല്ല വലുപ്പത്തിലുള്ള മീനാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകാത്തതുകൊണ്ട് അത് കയ്യിൽ ഒതുങ്ങണില്ല. അപ്പോൾ ഇതൊക്കെ പാടെ ഒരു ദിവസമാണോ ഞാൻ മുണങ്ങിയത് നിങ്ങൾ കരുതണ്ട കേട്ടോ. ഇതൊക്കെ പാടെ പോലെ ഒരു ഒറ്റ ദിവസം മുണങ്ങിയതാണെന്ന് വിചാരിച്ചണ്ട. ഇത് 2 ദിവസത്തെ വീഡിയോ ആക്കിയാണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഞാൻ മീൻ കിട്ടുമ്പോൾ ഒന്നിച്ച് നന്നാക്കി എടുക്കലാണ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ പറഞ്ഞ മാതിരി വെള്ളത്തിലിട്ട് വെക്കലാണ്. വെള്ളത്തിലിട്ട് വെച്ചാൽ മീൻ കേടരില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. എന്നിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ കണ്ടില്ല ഇതേപോലെ ഇതിൻ്റെ എല്ലാ വേസ്റ്റുകളും നമ്മൾ ഒഴിവാക്കിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ മീൻ കിട്ടുമ്പോൾ തന്നെ മീൻ നന്നാക്കിയാണ്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ കുറേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീൻ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേറെ നല്ല ആദ്യം തന്നെ നന്നാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുമ്പോൾ വലിയ തണുപ്പോ ഐസും കട്ടയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിരട്ട് കൊടുക്കണേ. ഇതേപോലെ വിരട്ട് കൊടുക്കുക. ഇങ്ങനെ വിരട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ എണ്ണി നോക്കിയാണെങ്കിൽ എത്രങ്ങാനും പീസ് മീനാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളോട് ഇപ്പം ഇനി അടുത്ത പറയാമല്ലോ ചോദിച്ചാൽ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ. എന്നിട്ട് അവരും ഇതുപോലുള്ള റെസിപ്പികളും ഇതുപോലുള്ള വീഡിയോകളും ഒക്കെ കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അവസാനം വരെ എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ പുതിയ സബ്സ്ക്രൈബർമാർ എവിടെ പോയി നിൽക്കുക എന്തോ ഏതോ എന്നും നമുക്കറിയില്ല. അപ്പോൾ അവരൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മീൻ എണ്ണി നോക്കിയോ? നമ്മൾ എണ്ണാൻ മറന്നു നിൽക്കണ്. അപ്പോൾ നിങ്ങൾ എണ്ണിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈസ് അടിച്ചുകൊണ്ട് എണ്ണിക്കാളി, അത്രയൊക്കെ തന്നെ നമുക്ക് പറയുള്ളത്. അപ്പോൾ ഇത് നല്ലോണം